എന്താ ഇന്നിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? മീറ്റിംഗ് നടക്കുമ്പോൾ കോമാളിത്തരം കാണിച്ചാൽ ഞങ്ങളുടെ ആളുകൾ നിന്നെ ജീവനോട് വിടില്ല. ഞാനൊരു മാജിക് കാണിച്ചിട്ടെ. പെണ്ണ് കാണാനല്ല പോ. കണ്ടോ, പേന അപ്രത്യക്ഷമായി. വന്ന അതിഥിയോട് എന്തിനാ എല്ലാവരും ഇങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക്. അവനെന്തോ പറയുന്നല്ലോ, അത് എന്താന്ന് കേൾക്കാം. ഒരു വർഷം മുൻകൂരെ നിങ്ങൾ എല്ലാവരും എങ്ങനെയായിരുന്നു? പോലീസാകട്ടെ വക്കീലാകട്ടെ ആർക്കെങ്കിലും നിങ്ങളുടെ വഴിയിൽ തടസ്സമായി നിൽക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു? പക്ഷെ ഇപ്പോൾ എങ്ങനെയിരുന്ന ഞാൻ ഇങ്ങനെയായിരുന്ന അവസ്ഥയിലായി. എന്നെപ്പോലൊരു ബുദ്ധിമാൻ ഭ്രാന്തൻ എന്നെ അങ്ങനെയും വിളിക്കാം. ശരി, കേൾക്കൂ. നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഈ പട്ടപ്പകൽ നിങ്ങൾ മാഫിയ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിനായിട്ട് രാത്രിയിൽ പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പേടിയാണെന്നും എനിക്കറിയാം. ബാറ്റ്മാൻ ഈ ഗോതം സിറ്റിയെ വെളുപ്പിച്ചെടുക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരു ബാറ്റ്മാൻ. മറുഭാഗത്ത് അവൻ ഇന്നലെ ജനിച്ച കുട്ടി. പിന്നെ ആ ടിവിയിൽ പ്ലാൻ കെ എന്നും പറഞ്ഞ അതിലൂടെ കിടന്ന് പുലമ്പുന്നുണ്ടല്ലോ. അവൻ എവിടെയാണെങ്കിലും അവനെ ബാറ്റ്മാൻ പിടിക്കും. അവന്റെ മുഖം നോക്ക്, പാവത്താൻ. കയ്യിൽ കിട്ടിയാൽ അവൻ ചതച്ചിരക്കും. അതുകൊണ്ട് എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അത് കാര്യം പറ. വളരെ സിമ്പിൾ. ബാറ്റ്മാനെ തട്ടിക്കളയുക. ഇത് അത്ര സിമ്പിൾ ആയ കാര്യമാണെങ്കിൽ പിന്നെന്താ നീ ഇതുവരെ അവന്റെ കഥ കഴിക്കാതെ? ഈ ലോകത്തൊന്നും സൗജന്യമായി കിട്ടില്ല മോനെ. നിനക്ക് എത്ര വേണം? ആൾക്ക് പകുതി വീതം. ചിരിക്കല്ലേ ബ്രദേഴ്സ്? പിന്നെ ചിരിച്ചു മണ്ണുകപ്പും. ഈ കാര്യം നമ്മൾ വേഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഈ കറുപ്പനുണ്ടല്ലോ, കറുപ്പൻ, അവന്റെ മോൻ ഒരു കുച്ചിമിഠായി വാങ്ങി കൊടുക്കാൻ പോലും അവന്റെ കയ്യിൽ കാശില്ല. എന്റെ ക്ഷമ ഒത്തിരി ടെൻഷൻ നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഡിയർ ഫ്രണ്ട്സ്, ഇവനെ കഷ്ണമായി വെട്ടിപ്പോടുന്നവർക്ക് ഞാൻ 10 കോടി തരാം. ഇവൻ എവിടെ വന്ന് ആരുടെ മുന്നിലാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാതെയാണ്. ശരി, ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾ എല്ലാവരും ടെൻഷൻ ആവുമെന്ന് തോന്നുന്നു. ഈ കാര്യം നിങ്ങൾ എപ്പോ സീരിയസ് ആയി എടുക്കുന്നുവോ അപ്പൊ എന്നെ വിളിക്ക്. ഇത് എന്റെ കാർഡാണ്.